ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ സഫയും ഫസ്മിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും സഫയുണ്ടെങ്കിൽ ഫസ്മിനയുടെ കുറ്റം പറയും, ഫസ്മിനയുണ്ടെങ്കിൽ സഫയുടെ കുറ്റം പറയും. ഇതിങ്ങനെ വീഡിയോസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു സഫയും ഫസ്മിനെയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ ഒക്കെ നിർത്തി. പിന്നെ ഉണ്ടെങ്കിൽ ചില പോസ്റ്റുകൾ പോലെയൊക്കെ കാണാൻ തുടങ്ങി ഇവർ ഒരുമിച്ചുള്ള രീതിയിൽ. ആ സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നിച്ചോ? ഇത്രയും ഭയങ്കര അടിയായിട്ടൊക്കെ നടന്നിട്ട് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഒന്നിക്കാനുള്ള കാരണം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫസ്മിന പറഞ്ഞൊരു കാര്യം, സഫ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. സഫ എടുത്തതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്താണെങ്കിൽ സഫ പറയുന്നൊരു കാര്യം ഫസ്മിന പറയും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും ആ സമയത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേയധികം പോസ്റ്റും കാര്യങ്ങളും ഒരുമിച്ചുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ഫസ്മിനയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ളോഗിൽ ഇവർ യാത്ര പോകുന്ന ഗിഫ്റ്റൊക്കെ ഫസ്മിനയ്ക്ക് സഫ കൊടുക്കുന്നതൊക്കെ ആയിരുന്നു. അതിനകത്ത് ഫസ്മിന പറയുന്നൊരു കാര്യം, നമുക്കെപ്പോഴും ഒരാളുടെ അടുത്ത് പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം മാറും, ഒന്നിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, അതേ രീതിയിലാണ് സഫയായിട്ടും എന്നുള്ള രീതിയിലാണ് ഫസ്മിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.